കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെജ്ഗുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഷെക്കേന TV-യുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരായ നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഇരുണ്ട ഭൂഖണ്ഡമെന്നാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ ഒരു നാള് അറിയപ്പെട്ടിരുന്നത്, അല്ലെ വിളിച്ചിരുന്നത്. ഈ ഇരുണ്ട ഭൂഖണ്ഡം ആദ്യ നൂറ്റാണ്ടിൽ തന്നെ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം സ്വീകരിച്ച ഒരു ഭൂഖണ്ഡമാണ്. ഈശോയുടെ പ്രകാശം ആദ്യ നൂറ്റാണ്ടിൽ തന്നെ പരന്ന ഭൂഖണ്ഡമാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡം. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് നിരവധി വിശുദ്ധരും പ്രത്യേകിച്ച് രക്തസാക്ഷികൾ ഇന്ന് സഭയിലുണ്ട്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന് സഭയ്ക്ക് നൽകുവാൻ സാധിച്ച വലിയൊരു സംഭാവനയാണ് വിശുദ്ധ അഗസ്തീനോസ്. വിശുദ്ധ അഗസ്തീനോസിലൂടെ അനേകായിരങ്ങൾ യേശുക്രിസ്തുവിനെ അറിയാനും അനുഭവിക്കുവാനും ഇടയായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതം തുടക്കത്തിൽ ഒരു ലൗകിക ജീവിതമായിരുന്നുവെങ്കിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ജീവിതത്തിൽ ആകമാനം വലിയ മാറ്റം വരുത്തി വിശുദ്ധ പദവിയിലേക്കെത്തിയ വലിയ വിശുദ്ധനെ നമുക്ക് നൽകിയത് ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡമാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ പ്രത്യാശയുടെ ഭൂഖണ്ഡമെന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. അനുഗ്രഹം നിറഞ്ഞ ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ വിശ്വാസം ആദ്യ നൂറ്റാണ്ട് മുതൽ പടിപടിയായി വളർന്നുകൊണ്ടിരുന്നു. എന്നാൽ 7-ാം നൂറ്റാണ്ടിൽ മുസ്ലിം കടന്നുകയറ്റം മൂലം ഈ വിശ്വാസത്തിന് മങ്ങലേറ്റു. അങ്ങനെ യേശുക്രിസ്തുവിൽ ആഴപ്പെട്ട് സത്യ ദൈവത്തെ വ്യക്തിപരമായി സ്വീകരിച്ച് യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോയ ഒരു ജനസമൂഹം മുസ്ലിം കടന്നുകയറ്റത്തോടുകൂടി തങ്ങളുടെ വിശ്വാസം പരസ്യമായി പ്രഖ്യാപിക്കാൻ സാധിക്കാത്ത രീതിയിൽ വലിയ പ്രതിസന്ധിയിലേക്ക് കടന്നുപോയി. പിന്നീട് ഏതാനും വർഷങ്ങൾക്ക് ശേഷം യൂറോപ്പിൽ നിന്നുള്ള മിഷണറിമാർ വീണ്ടും ആഫ്രിക്കയിലെത്തുകയും അങ്ങനെ അവിടുത്തെ വിശ്വാസത്തെ വീണ്ടും ഉജ്ജ്വലിപ്പിച്ചുകൊണ്ട് അനേകം ആത്മാക്കളെ വീണ്ടും യേശുക്രിസ്തുവിലേക്ക് നയിക്കുവാൻ ദൈവം ഇടവരുത്തി. ഇന്നും ആഫ്രിക്കയിൽ ഒരുപാട് വചന ശുശ്രൂഷകളും ഒരുപാട് മാനസാന്തരങ്ങളും നടക്കുന്നുണ്ട്. ഒപ്പം ആഫ്രിക്ക ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു വലിയ ഭൂഖണ്ഡമാണ്. അതോടൊപ്പം തന്നെ ആഫ്രിക്കൻ ജനത വ്യത്യസ്തമായ വെല്ലുവിളികളിലൂടെയും കടന്നു പോകുന്നുണ്ട്. വിശ്വാസം സംബന്ധിച്ചും സാമ്പത്തിക മേഖലകളിലും
സാമൂഹ്യ മേഖലയിലെല്ലാം വലിയ വെല്ലുവിളിയും ഈ ഭൂഖണ്ഡത്തിലെ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്രകാരം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ പൂർവ മധ്യ രാജ്യങ്ങളിൽ ഒന്നാണ് റുവാണ്ട. നമുക്കറിയാം 1994 റുവാണ്ടയിലുണ്ടായ ആഭ്യന്തര കലാപം ഇന്നും പലരുടെയും ഹൃദയങ്ങളിൽ ഉണ്ട്. ലോകത്തെ മുഴുവനും നടുക്കിയ ആഭ്യന്തര കലാപമാണ് 1994 റുവാണ്ടയിൽ സംഭവിച്ചത്. ഏതാണ്ട് 3 മാസം കൊണ്ട് 1-2 ലക്ഷത്തോളം ആളുകൾ അവിടെ വധിക്കപ്പെട്ടു. റുവാണ്ട വളരെ നല്ല ഒരു രാജ്യമാണ്. അനേകം കുന്നുകളുടെ ഒരു രാജ്യം. റുവാണ്ടയുടെ പ്രകൃതി സൗന്ദര്യവും മനോഹാരിതയും കണ്ട് ആഫ്രിക്കയിലെ സ്വിറ്റ്സർലൻഡ് എന്നാണ് റുവാണ്ടയെ വിളിച്ചിരുന്നത്. അത്രയും മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട രാജ്യമായിരുന്നു റുവാണ്ട. എന്നാൽ അവിടെ ജാതി മത സ്പർദ്ധ വളരെ കാര്യമായി നടന്നുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ടാണ് 2 ജാതികൾ തമ്മിൽ പലപ്പോഴും യുദ്ധങ്ങളും മത്സരങ്ങളും അവിടെ അരങ്ങേറിയിരുന്നു. അങ്ങനെ ഈ ജാതികൾ തമ്മിലുള്ള പോര് വലുതായി വലിയ ആഭ്യന്തര കലാപത്തിൽ എത്തിച്ചേർന്നു. അങ്ങനെയാണ് 1994 വലിയ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ട് 3 മാസം കൊണ്ട് 2 ലക്ഷത്തിലധികം ആളുകൾ വധിക്കപ്പെട്ടത്. തെരുവുകളൊക്കെ ശവശരീരങ്ങളിങ്ങനെ ചിതറിക്കിടക്കുന്ന അവസ്ഥയായിരുന്നു. അവരുടെ നദികളൊക്കെ രക്തമയമായി. അങ്ങനെ ജനങ്ങൾ വലിയ വേദനയിലൂടെയും ഭീതിയിലൂടെയും കടന്നുപോയ സംഭവം 1994 സംഭവിച്ചത് ഇന്നും ലോകം നടുക്കത്തോടു കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുക. ഇപ്രകാരമുള്ള ഈ വലിയ പൈശാചികമായ പ്രവൃത്തി ഉണ്ടാകുന്നതിന് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം ആഫ്രിക്കയിലെ റുവാണ്ടയിലെ കിബോഹ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ട് ഇതുപോലെയുള്ള സംഭവങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ടെന്നും അതിലേക്ക് എത്തപ്പെടാതിരിക്കുവാൻ ആഫ്രിക്കൻ ജനത എന്ത് ചെയ്യണമെന്നുമുള്ള ശക്തമായ സന്ദേശം അമ്മ നൽകുകയുണ്ടായി. ഈ ലോകത്ത് എന്തൊക്കെ എവിടെയൊക്കെ സംഭവിക്കുമെന്ന് വ്യക്തമായി അറിയാവുന്ന സ്വർഗം പരിശുദ്ധ അമ്മയെ ആ മക്കളുടെ ഒരു മാനസാന്തരത്തിന് വേണ്ടിയും അവിടെയുള്ള വലിയ കലാപത്തിൻ്റെയും ഭീകരതയും അന്തരീക്ഷം പ്രാർത്ഥനയിലൂടെ പരിത്യാഗത്തിലൂടെ മാനസാന്തരത്തിലൂടെ മാറ്റി നിർത്തപ്പെടുന്നതിന് വേണ്ടിയും സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മയിലൂടെ നൽകുകയുണ്ടായി. പരിശുദ്ധ അമ്മയുടെ ആ സന്ദേശം കുറേ പേർ ഏറ്റെടുത്തു. എന്നാൽ അനേകർ അത് വിശ്വസിച്ചില്ല. ആ രാജ്യം മുഴുവനും പരിശുദ്ധ അമ്മയുടെ സന്ദേശം ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ഇപ്രകാരം വലിയൊരു ജനോസൈഡ്, വലിയൊരു മനുഷ്യക്കുരുതിയാണ് 1994 അരങ്ങേറിയ ഒരുപക്ഷെ 2 ലക്ഷത്തിലധികം ആളുകൾ വധിക്കപ്പെട്ട ആ ഭീകര സംഭവം എളുപ്പത്തിൽ ഒഴിവാക്കാമായിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും പരിശുദ്ധ അമ്മ ഇതുപോലെയുള്ള സംഭവങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമുക്ക് സന്ദേശങ്ങൾ നൽകുന്നതും നമ്മോട് കൂടെ ആയിരിക്കുന്നതും. കിബോഹായിലെ ആ ആഭ്യന്തര കലാപമൊക്കെ പരിശുദ്ധ അമ്മയുടെ പ്രവചനങ്ങൾ നിറവേറുന്നതിൻ്റെ വലിയൊരു തെളിവാണ്. ആയതിനാൽ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരിശുദ്ധ അമ്മ
വ്യത്യസ്തമായ സന്ദേശങ്ങൾ നൽകുമ്പോൾ നമ്മൾ എത്രമാത്രം ഗൗരവത്തോടെ സ്വീകരിക്കണമെന്ന് നാം മനസ്സിലാക്കുകയാണ്. റുവാണ്ടയിലെ കിബോഹായിൽ പരിശുദ്ധ അമ്മ 3 വ്യക്തികളെയാണ് തൻ്റെ സന്ദേശം നൽകുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട പരിശുദ്ധ അമ്മ തിരഞ്ഞെടുത്ത വ്യക്തി അൽഫോൻസിൻ മുമുരേഖ എന്ന് പറയുന്ന 17 വയസ്സുള്ള ഒരു യുവതിയാണ്. ഈ യുവതി ചെറുപ്പം മുതൽ ആഴമുള്ള വിശ്വാസ പാരമ്പര്യമുള്ള കുടുംബത്തിലാണ് വളർന്നു വന്നത്. മാതാപിതാക്കൾ അവളെ ക്രൈസ്തവ വിശ്വാസത്തിൽ വളർത്തി. അനുദിനമുള്ള വിശുദ്ധ ബലി അർപ്പണത്തിന് അൽഫോൻസ് മുമുരേഖ വലിയ പ്രാധാന്യം നൽകിയിരുന്നു. അവൾ അങ്ങനെ കൊച്ചായിരുന്നപ്പോൾ മുതൽ വിശുദ്ധ കുർബാനയിൽ ആഴപ്പെട്ട് ജീവിക്കുവാൻ അവൾ പരിശ്രമിച്ചിരുന്നു. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയോടുള്ള വലിയൊരു ഭക്തിയും അവൾ കാത്തു സൂക്ഷിച്ചു. അങ്ങനെ പരിശുദ്ധ അമ്മയെ സ്നേഹിച്ച് അമ്മയുടെ ഒരു മകളായി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു അൽഫോൻസിൻ. അമ്മ ഇവൾക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ അൽഫോൻസിൻ കിബോഹോയിലുള്ള ഒരു സെക്കൻഡറി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുക. ആദ്യ വർഷ വിദ്യാർത്ഥിയായി അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം 1981 നവംബർ മാസം 28-ാം തീയതിയാണ് പരിശുദ്ധ അമ്മയുടെ ഈ അപ്രീഷൻ ആദ്യമായും അൽഫോൻസിന് ലഭിക്കുക. പിന്നെ പല പ്രാവശ്യങ്ങളിൽ അൽഫോൻസിന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. 1981 നവംബർ മാസം 28-ാം തീയതി 12 മണി സമയമായപ്പോൾ അൽഫോൻസിൻ തൻ്റെ ഹോസ്റ്റലിലെ മറ്റു കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം അവൾ വിളമ്പിക്കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മകളെ എന്ന് ആരോ വിളിക്കുന്നതായിട്ട് അവൾ ശ്രവിച്ചു. എൻ്റെ മകളെ എന്ന വിളി അവൾ കേട്ടപ്പോൾ പെട്ടെന്ന് അവൾ അന്തിച്ചു പോയി, ഇത് ആരാണ് എന്നെ വിളിക്കുക? ഉടനെ അവൾ പറഞ്ഞു, ഇതാ ഞാൻ എന്നവൾ മറുപടി പറഞ്ഞു. അതിനുശേഷം പെട്ടെന്ന് അവൾ ഭക്ഷണം വിളമ്പി അവൾ വരാന്തയിലേക്ക് ഇറങ്ങിച്ചെന്നു. വരാന്തയിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞപ്പോൾ അതിമനോഹരിയായ ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നു. അപ്പോൾ ആ സ്ത്രീയോട് ഇവൾ ചോദിച്ചു, നീ ആരാണ്? ഇവിടെയൊന്നും നിന്നെ നേരത്തെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഞാൻ ദൈവമാതാവാണ്. ഞാൻ ദൈവമാതാവാണ് എന്ന് പറഞ്ഞ ഉടനെ അൽഫോൻസിൻ മുട്ടുകുത്തി തൻ്റെ നെറ്റിയിൽ കുരിശു വരച്ചു. അപ്പോൾ അമ്മ അൽഫോൻസിനോട് ചോദിച്ചു, നിന്റെ വിശ്വാസത്തിൽ നീ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണ്? നിന്റെ വിശ്വാസത്തിൽ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ? അപ്പോൾ അൽഫോൻസിൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് ദൈവത്തെ ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. എനിക്ക് ദൈവത്തെ ഒരുപാട് ഇഷ്ടമാണ്. അതോടൊപ്പം തന്നെ ഞാൻ ദൈവമാതാവിനെയും ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ദൈവത്തെ എനിക്കിഷ്ടമാണ്, ഒപ്പം ദൈവമാതാവിനെയും എനിക്കിഷ്ടമാണ്. പരിശുദ്ധ അമ്മ ഇത് കേട്ട ഉടനെ അവളോട് പറഞ്ഞു, മോളെ, നിൻ്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു. നിൻ്റെ പ്രാർത്ഥനകളെല്ലാം ഞാൻ നിന്നെയും നിൻ്റെ കൂട്ടുകാരെയും ഈ സ്കൂളിനെയും അനുഗ്രഹിക്കുവാനായി ഉപയോഗിക്കും. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് വിലയുണ്ട്. എന്നിട്ട് പരിശുദ്ധ അമ്മ അവളോട് പറഞ്ഞു, ഞാൻ ഇന്ന് നിനക്ക് പ്രത്യക്ഷപ്പെടുന്നത് വിശ്വാസത്തിൽ വലിയ തീഷ്ണതയൊന്നുമില്ലാത്ത നിൻ്റെ കൂട്ടുകാരെയെല്ലാം ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. നിൻ്റെ കൂട്ടുകാരെയെല്ലാം എനിക്ക് ദൈവത്തിന് വേണ്ടി നേടണം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിനക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അവൾ പറഞ്ഞു, അമ്മേ, അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യാം. അങ്ങനെ പരിശുദ്ധ അമ്മ അവളുടെ സമ്മതം നേടി അപ്രത്യക്ഷയായി.
പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിൻ്റെ സമയത്ത് അൽഫോൻസിൻ ഒരു നിർവൃതിയിലേക്ക് ആണ്ടുപോയി. അങ്ങനെ അല്പസമയം ഈ പ്രത്യക്ഷപ്പെടലിൻ്റെ ഒരു സ്വാധീനതയിലായിരുന്നു അൽഫോൻസിൻ. ടീച്ചേഴ്സും കൂട്ടുകാരുമൊക്കെ അവളെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഉണർത്തുവാനായി പരിശ്രമിച്ചു. എങ്കിലും അവൾ അനേകം മണിക്കൂറുകൾ ഈ നിർവൃതിയിൽ തന്നെ ആയിരുന്നു. അൽഫോൻസിൻ പൂർവസ്ഥിതിയിലായപ്പോൾ അവളുടെ കൂട്ടുകാരൊക്കെ അൽഫോൻസിൻ ഭാഷാവരത്തിലും മറ്റ് ഭാഷയിലുമൊക്കെ ദൈവത്തെ സ്തുതിക്കുന്നത് കേൾക്കുകയും കാണുകയും ചെയ്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായ ഇടപെടൽ ഉണ്ടാകുമ്പോൾ വചനത്തിൽ പറയുന്നത് പോലെ കൊരിന്തോസ്യരുടെ ലേഖനത്തിൽ വ്യക്തമായി പൗലോസ്ലീഹ പറഞ്ഞു തരുന്നുണ്ട്, ഭാഷാവരം ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. മറ്റ് മറുഭാഷയിൽ ആളുകൾ സംസാരിക്കും, വ്യത്യസ്തമായ ഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കും, മഹത്വപ്പെടുത്തും. ചിലപ്പോൾ ചില ശബ്ദമായിട്ട് അത് വരും, ചിലപ്പോൾ വാക്കുകളായി, അക്ഷരമായി, ഭാഷയായൊക്കെ അത് രൂപപ്പെടും. ഇന്ന് പല പ്രാർത്ഥനാ കൂട്ടായ്മകളിലും ദൈവാനുഭവത്തിലേക്ക് ആളുകൾ കടന്നു വരുമ്പോൾ ഭാഷാവരത്തിൽ ആളുകൾ സ്തുതിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പലപ്പോഴും പലർക്കും അതെന്താണെന്ന് മനസ്സിലാകാത്തത് കൊണ്ട് ഭാഷാവരത്തെ പലരും കളിയാക്കുന്ന ചില സാഹചര്യങ്ങളും ഇന്ന് പലയിടത്തും കാണാറുണ്ട്. ചില വ്യക്തികൾ ഭാഷാവരത്തിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ചില അപസ്വരമായും അപശബ്ദമായുമൊക്കെ അതിനെ കണക്കാക്കി ആളുകൾ അതിനെക്കുറിച്ച് കളിയാക്കുന്നതൊക്കെ കാണുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ചില വീഡിയോകളിലൊക്കെ ചില സ്ഥലങ്ങളിൽ ചില ശുശ്രൂഷകളിലൊക്കെ നടക്കുന്ന ചില ആത്മീയ ശുശ്രൂഷകളിൽ ചിലർ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കാറുണ്ട്. ഇപ്രകാരം ഭാഷാവരത്തിലൊക്കെ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മളത് തമാശയായിട്ടും കളിയാക്കാനുള്ള വകയായിട്ടുമൊക്കെ എടുത്ത് ഭാഷാപരമല്ലാത്ത മറ്റ് അതേ സ്വരം പല രീതിയിലുമൊക്കെ അത് പുറപ്പെടുവിച്ചുകൊണ്ട് ദൈവിക ഇടപെടലുകളെ കളിയാക്കുന്ന ചില വ്യക്തികളെ കണ്ടിട്ടുണ്ട്. ഇതൊന്നും ദൈവം അംഗീകരിക്കുന്ന ഒരു കാര്യമായി കരുതരുത്. ദൈവിക പദ്ധതികളെ കളിയാക്കുകയോ നിന്ദിക്കുകയോ ചെയ്യുന്ന വ്യക്തികൾ ദൈവാനുഗ്രഹത്തിന് പ്രാപ്തരാകില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് എനിക്ക് ഈ കൃപയില്ല എന്നോർത്ത്, എനിക്ക് ഈ കൃപയെക്കുറിച്ച് അറിയത്തില്ലാത്തത് കൊണ്ട് മറ്റാരിലെങ്കിലുമൊക്കെ ഭാഷാപരമൊക്കെ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് കാണുമ്പോൾ അത് ഭ്രാന്താണെന്ന്, അത് ചുമ്മാ തട്ടിപ്പാണെന്നുമൊക്കെ കരുതി അവരെ നിന്ദിക്കാനും അവഹേളിക്കാനും ഇറങ്ങി പുറപ്പെട്ടാൽ ഒരുപക്ഷെ നമ്മൾ ദൈവഹിതത്തിൻ്റെ എതിരായിട്ട് പ്രവർത്തിക്കുന്നവരായി മാറുന്നവരായി കണക്കാക്കപ്പെടുവാനുള്ള സാധ്യതകളുമുണ്ട്. ഇവിടെയും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ അൽഫോൻസിൻ ഭാഷാവരത്തിൽ സ്തുതിച്ചു. മറുഭാഷയിൽ അവൾ ദൈവത്തെ സ്തുതിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കൂടെയുള്ളവരൊക്കെ കേട്ടു. ഈ അനുഭവം പിന്നീടും പലപ്പോഴും അൽഫോൻസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. പരിശുദ്ധ അമ്മ അവളുടെ കിടപ്പുമുറിയിലും മറ്റു മുറികളിലുമൊക്കെ പലപ്പോഴായിട്ട് പ്രത്യക്ഷപ്പെട്ടു. ഇവളുടെ അടുത്തുള്ള പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകൾ ഹോസ്റ്റലിലുള്ള ടീച്ചേഴ്സ് മറ്റു കുട്ടികളൊന്നും അത്ര നല്ല രീതിയിലല്ല എടുത്തത്. അവർ അതൊക്കെ ഒരു തമാശയായിട്ട് എടുത്തു, അതൊക്കെ ഒരു കളിയാക്കാനുള്ള ഒരു അവസരമായിട്ട് എടുത്തു. ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു ഇടപെടലൊന്നും അല്ല എന്ന് അവർ പറഞ്ഞു. അവളെ ഭ്രാന്തി എന്ന് അവർ മുദ്രകുത്തി. അങ്ങനെ ദൈവിക ഇടപെടലുകൾ ലഭിച്ച ആ മകൾ പിന്നീട് അവളുടെ കൂട്ടുകാരുടെ ഇടയിൽ തന്നെ അവഹേളിതയായി മാറി. പലരും പറഞ്ഞു ഇവൾക്ക് വട്ടാണ്. ഇവൾ വരുന്ന ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലം ഈ മന്ത്രവാദത്തിനും കൂടോത്രത്തിനുമൊക്കെ അറിയപ്പെട്ടിരുന്ന ഒരു സ്ഥലമാണെന്നാണ് പറയുക. അതുകൊണ്ട് അവൾ ഇതും ഇപ്രകാരമുള്ള മാതാവിൻ്റെ ഈ പ്രത്യക്ഷപ്പെടലുകളും സന്ദേശങ്ങളുമൊക്കെ അവൾ കൂടോത്രം കൊണ്ട് ചെയ്യുന്നതാണെന്നൊക്കെയുള്ള പഴിചാരലുകളും അൽഫോൻസിന് ഏറ്റെടുക്കേണ്ടി വന്നു. അതിനുശേഷം കൂടെയുണ്ടായിരുന്ന കൂട്ടുകാരൊക്കെ ഇപ്രകാരം പറഞ്ഞു,
അൽഫോൻസിനെ ഞങ്ങൾ വിശ്വസിക്കില്ല, കാരണം അവൾ വരുന്നത് മന്ത്രവാദികളുടെ നാട്ടിൽ നിന്നാണ്. ഇതൊക്കെ അവൾ മന്ത്രവാദം ചെയ്ത് നടത്തുന്ന കാര്യങ്ങളാണ്. അൽഫോൻസിനല്ലാതെ മറ്റാർക്കെങ്കിലുമൊക്കെ മാതാവ് പ്രത്യക്ഷപ്പെട്ടാൽ ഞങ്ങൾ വിശ്വസിക്കാം എന്ന് കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പറയുവാൻ തുടങ്ങി. അൽഫോൻസിനല്ലാതെ മറ്റാർക്കെങ്കിലുമൊക്കെ പ്രത്യക്ഷപ്പെട്ടാൽ ഞങ്ങൾ വിശ്വസിക്കാം. അൽഫോൻസ് ഈ അവഹേളനങ്ങളും നിന്ദനങ്ങളും അവരുടെ വിശ്വാസമില്ലാത്ത ആ അവസ്ഥയുമൊക്കെ സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിച്ച് പരിശുദ്ധ അമ്മയുടെ ഓരോ പ്രത്യക്ഷപ്പെടലുകളിലും അമ്മയ്ക്ക് അവളത് സമർപ്പിച്ചു. അമ്മയോട് ഈ ആവശ്യവും അവൾ ഉണർത്തിച്ചു. എന്നെ ആരും വിശ്വസിക്കുന്നില്ല, എന്നാൽ മറ്റാർക്കെങ്കിലും അമ്മ പ്രത്യക്ഷപ്പെട്ടാൽ അവർ വിശ്വസിക്കുമെന്നാണ് പറയുന്നത് എന്ന് പരിശുദ്ധ അമ്മയോട് അൽഫോൻസസ് പങ്കുവെച്ച് പ്രാർത്ഥിച്ച് അവൾ മുന്നോട്ട് പോയി. പ്രിയമുള്ള സഹോദരങ്ങളെ, പിന്നീട് പരിശുദ്ധ അമ്മയുടെ കിബോഹായിലുണ്ടായ ഇടപെടലുകൾ വളരെ അത്ഭുതാവഹമാണ്. ആ ഇടപെടലുകളെക്കുറിച്ച് അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ പരിശ്രമിക്കാം. കിബോഹായിൽ 17 വയസ്സുള്ള ഈ യുവതിക്ക് പ്രത്യക്ഷപ്പെട്ട അമ്മ പറഞ്ഞത് ഇപ്രകാരമാണ്: നിൻ്റെ കൂട്ടുകാരെ, യുവതി യുവാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈശോയോടുള്ള ഭക്തി ഈ ലോകത്ത് പ്രത്യേകിച്ച് നിൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ ആഴപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നെ ശ്രമിക്കുന്ന സഹോദരങ്ങളെ, നമ്മളെയൊക്കെ നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ ഒരു മിഷണറിയായി ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ, നമ്മൾ പഠിക്കുന്ന സ്കൂളുകളിൽ, കോളേജുകളിലൊക്കെ തീഷ്ണതയില്ലാത്ത ക്രൈസ്തവ ജീവിതം നയിക്കുന്നവരുണ്ടാകാം, യേശുക്രിസ്തുവിനെ അറിയത്തില്ലാത്തവരുണ്ടാകാം. സ്വർഗത്തിൻ്റെ ആഗ്രഹമാണ് ദൈവത്തെ അറിഞ്ഞ നമുക്ക് ചുറ്റുപാടുമുള്ളവരോട് യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയണം. യേശുക്രിസ്തുവിൻ്റെ ആ സാന്നിധ്യം അവർക്ക് മനസ്സാക്കി കൊടുക്കണം. അങ്ങനെ വിശ്വാസത്തിൽ ഒരുപക്ഷെ നഷ്ടം സംഭവിച്ചിരിക്കുന്ന, വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ കൂട്ടുകാരിലൊക്കെ നമ്മളിലൂടെ തീക്ഷ്ണമായ ദൈവസ്നേഹവും ദൈവഭക്തിയും ഉജ്ജ്വലിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനായി നമ്മളെ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കിബോഹായിൽ അൽഫോൻസിൻ അനേകം കൂട്ടുകാരെ പിന്നീട് യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാക്കിയതുപോലെ നമുക്ക് ചുറ്റുമുള്ളവരിലും ആഴമുള്ള ഒരു ദൈവസ്നേഹവും ദൈവഭക്തിയും എന്നിലൂടെ നിന്നിലൂടെ ഉണ്ടാകുന്നതിന് വേണ്ടി, പകർന്നു കൊടുക്കുവാനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സഹായം നമുക്ക് യാചിക്കുകയും ചെയ്യാം. വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ടിനോടും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയോടും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.